ഷാർജയിൽ പാർക്കിംഗ് ഫീസ് ഇടുന്ന ആളുകൾ അറിയേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഷാർജയിലെ ഈ പെയ്ഡ് പാർക്കിംഗ് സേവനം, അതിന് നമ്മൾ SMS പേയ്മെൻറ്റ് ഇടുമല്ലോ, ആ രീതി ഒന്ന് ഏകീകരിച്ചിരിക്കുകയാണ്. ഇപ്പോൾ മുൻപ് കോർഫക്കാനിലൊക്കെ പോയിട്ടുള്ള ആളുകൾക്കറിയാം, അല്ലെങ്കിൽ അവിടെ താമസിക്കുന്നവർക്കാണെങ്കിലും അറിയുന്നുണ്ടാകും. കോർഫക്കാനിൽ നമ്മൾ പാർക്കിംഗ് ഫീസ് ഇടുമ്പോൾ KH എന്നുള്ളൊരു കോഡ് ഉപയോഗിക്കണമായിരുന്നു. ഈ ഒരു സിസ്റ്റം ഒക്കെ ഇപ്പോൾ എടുത്തു മാറ്റിയിട്ടുണ്ട്. ഏകീകൃതമായൊരു രീതിയിൽ ഷാർജയിൽ ഇനി നമ്മൾ പാർക്കിംഗ് ഫീസ് ഇടുമ്പോൾ 5566 എന്നുള്ള നമ്പറിലേക്ക് SMS അയച്ചാൽ മതി. നമ്മുടെ വാഹനത്തിൻ്റെ നമ്പർ പ്ലേറ്റിൻ്റെ ഒറിജിൻ നമ്പർ, അതുപോലെ എത്ര സമയമാണ് പാർക്കിംഗ് ഇടുന്നത്, അത് മണിക്കൂറിൽ ആ സമയം എന്നീ കാര്യങ്ങളാണ് SMS ആയി അയക്കേണ്ടത് 5566 എന്നുള്ള നമ്പറിലേക്ക്. ഷാർജയിലെ താമസക്കാർക്കും സന്ദർശകരായി വരുന്ന ആളുകൾക്കുമൊക്കെ ഈ പാർക്കിംഗ് ഫീസ് ഇടുന്ന കാര്യത്തിലൊരു ഈസിനെസ് നൽകാൻ വേണ്ടി തന്നെയാണ് ഇങ്ങനെ ഒരു മാറ്റം ഇപ്പോൾ ഷാർജ മുനിസിപ്പാലിറ്റി കൊണ്ടുവന്നിരിക്കുന്നത്. സീക്രട്ട് ഹൈഡ് ഔട്ട്സ്. അബുദാബി പോലീസിൻ്റെ മയക്കുമരുന്ന് വേട്ടയ്ക്കായി നടത്തുന്ന ഓപ്പറേഷൻ്റെ പേരാണ് ഈ സീക്രട്ട് ഹൈഡ് ഔട്ട്സ് എന്ന് പറയുന്നത്. ഇതിലൂടെ അബുദാബി പോലീസ് ഈ കഴിഞ്ഞ ദിവസം 184 കിലോഗ്രാം ഹാഷിഷ് കൈവശം വെച്ച് 2 പേരെ പിടികൂടിയിട്ടുണ്ട്. ഇവരിത് സൂക്ഷിച്ച രീതിയും വളരെ വ്യത്യസ്തമായിരുന്നു. മാർബിൾ തൂണുകൾക്കുള്ളിൽ ഒളിപ്പിക്കുകയായിരുന്നു, അതും വ്യത്യസ്ത ഇടങ്ങളിൽ പെട്ടെന്ന് കണ്ടുപിടിക്കാതിരിക്കാൻ വേണ്ടി വളരെ വിദഗ്ധമായിട്ടാണ് ഈ ഒരു ഓപ്പറേഷൻ അവർ നടത്തിയിരുന്നത്. എന്നാൽ അതിനെല്ലാം പൊളിച്ചടുക്കിക്കൊണ്ടാണ് അബുദാബി പോലീസ് ഇവരെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. UAEക്ക് പുറമെ ആസ്ഥാനമായുള്ളൊരു വലിയ ക്രിമിനൽ ശൃംഖല തന്നെ ഇതിൻ്റെ പുറകിലുണ്ടെന്നാണ് അവരുടെ ഒരു റിപ്പോർട്ടിൽ ഇപ്പോൾ പറയുന്നത്. അന്താരാഷ്ട്ര നമ്പറുകളൊക്കെ കേന്ദ്രീകരിച്ച് ഈ അനധികൃതമായി ഈ മയക്കുമരുന്നിൻ്റെയൊക്കെ ലഭ്യത അറിയിച്ചുകൊണ്ടുള്ള പ്രൊമോഷണൽ മെസ്സേജുകളും കോളുകളും ഒക്കെ നൽകിയ ആളുകളെ വലയിൽ വീശുന്ന ഒരു രീതിയായിരുന്നു ഇവരുടെ. എന്തായാലും ഈ പ്രതികളെ ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. പിടിച്ച ആളുകൾ ഏഷ്യക്കാരാണെന്നും ഈ ഒരു റിപ്പോർട്ടിൽ പറയുന്നു. കഴിഞ്ഞ ദിവസം NCM പറഞ്ഞിരുന്നത് പോലെ തന്നെ UAEയുടെ വിവിധ ഭാഗങ്ങളിൽ ഇന്ന് താപനിലയിൽ ഗണ്യമായൊരു വർധനവ് അനുഭവപ്പെടുന്നുണ്ട്. ഇന്ന് പകൽ സമയത്തൊക്കെ പുറത്തിറങ്ങിയിട്ടുള്ള ആളുകൾക്കറിയാം, ഉച്ചയ്ക്കൊക്കെ നല്ല ഉഗ്രൻ ചൂട് തന്നെയായിരുന്നു. കഴിഞ്ഞ ദിവസത്തെ അപേക്ഷിച്ച് പെട്ടെന്ന് ഒറ്റ ദിവസം കൊണ്ട് കാലാവസ്ഥയിൽ പ്രകടമായൊരു മാറ്റം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. ഇന്ന് മാർച്ച് 7-ാം തീയതിയും നാളെ മാർച്ച് 8-ാം തീയതിയും സമാനമായൊരു കാലാവസ്ഥയായിരിക്കുമെന്നാണ് NCMൻ്റെ മുന്നറിയിപ്പ്. എന്നാൽ പടിഞ്ഞാറൻ മേഖലകളിൽ ചില സ്ഥലങ്ങളിലൊക്കെ താപനില കുറയുമെന്നും നേരിയ ചാറ്റൽ മഴയ്ക്ക് ഞായറാഴ്ചയും തിങ്കളാഴ്ചയും സാധ്യതയുണ്ടെന്നുകൂടി NCM കൂട്ടിച്ചേർക്കുന്നു. ഉമൽഖുവൈനിലെ ഇൻഡസ്ട്രിയൽ ഏരിയയിൽ ഇന്നൊരു ഫാക്ടറിക്ക് തീ പിടിച്ചു. ഉമൽത്തൂബ് ഇൻഡസ്ട്രിയൽ ഏരിയയിലുള്ള ഒരു ഫാക്ടറിയിലാണ് ഈ ഒരു സംഭവം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. സിവിൽ ഡിഫൻസ് ആംബുലൻസ് അതോറിറ്റി സംഭവ സ്ഥലത്തെത്തി എല്ലാം നിയന്ത്രണ വിധേയമാക്കിയെന്നും തൊട്ടടുത്ത കെട്ടിടങ്ങളിലേക്ക് തീ പടരുന്നത് തടഞ്ഞിട്ടുണ്ടെന്നും ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു കഴിഞ്ഞു. മറ്റ് ആളപായമോ ആളുകൾക്ക് പരിക്കുകളോ ഒന്നും തന്നെ ഇല്ല എന്നും ഈ ഒരു അറിയിപ്പിൽ പറയുന്നുണ്ട്. ദുബായ് വാർത്ത നൈറ്റ് അപ്ഡേറ്റ്സ് 2025 മാർച്ച് 7-ാം തീയതി വെള്ളിയാഴ്ച. നൈറ്റ് അപ്ഡേറ്റ്സ് സപ്പോർട്ടഡ് ബൈ താസി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, അക്ബർ ട്രാവൽസ്, പാർത്ത സിഗ്നേച്ചർ അബു ഷഗാര ഷാർജ, ക്യൂട്ടീസ് ഇന്റർനാഷണൽ, ടൈം എക്സ്പ്രസ് കാർഗോ, മർമ്മം ഡയറി, TMG ഗ്ലോബൽ ബിസിനസ് സെറ്റപ്പ്, 123 കാർഗോ, പ്രൈം മെഡിക്കൽ സെന്റർ, ഓട്ടോ കാർട്ട് യൂസ്ഡ് കാർസ്, ആയുഷ് കെയർ, ലക്കി സെന്റർ, കല്യാൺ ജുവല്ലേഴ്സ്, ലുലു, ഗോൾഡ് സ്റ്റാർ റെന്റക്കാർ, ആയുർമന ആയുർവേദ ആൻഡ് പഞ്ചകർമ്മ സെന്റർ, ഹാഷിം ഹൈപ്പർ മാർക്കറ്റ്, സംസം മന്തി, ബ്ലിസ് ഇൻസ്റ്റിറ്റ്യൂട്ട്, ഓഫീസ് ബേസ് ഫർണിച്ചർ.